പത്തനംതിട്ട ചന്ദനപ്പള്ളിയിൽ പട്ടാപ്പകൽ കാട്ടുപന്നിയുടെ വിളയാട്ടം. ഗ്ലാസ് വാതിൽ പൊളിച്ച് പന്നികൾ കടയ്ക്കുള്ളിൽ കയറി. ഓട്ടോറിക്ഷ ഡ്രൈവറെ ഇടിച്ച പന്നി ലാബിൽ കയറാനും ശ്രമിച്ചു. CK അഭിലാൽ ചേരുന്നു. അഭിലാൽ, പലയിടത്തും നമ്മൾ സമാനമായ സംഭവങ്ങൾ ഈ സമീപകാലത്താണ് ഇങ്ങനെ നഗരത്തിലേക്ക് കാട്ടുപന്നി കൂട്ടം ഇറങ്ങുന്നു, അങ്ങനെ പല അക്രമ സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഇവിടെ സംഭവിച്ചെന്തെല്ലാമാണ്? ഏഴംകുളത്ത് നിന്നും പത്തനംതിട്ടയ്ക്കുള്ള പാതയാണ്. തൊട്ട് പിന്നിൽ കാണുന്നത് ചന്ദനപ്പള്ളി കവലയാണ്. ഈ ഭാഗത്തുകൂടിയാണ് CCTV ദൃശ്യങ്ങൾ പ്രകാരം രാവിലെ 11:20 സംഭവം. കെട്ടിടങ്ങൾ, വീടുകൾ, കൃഷിയിടങ്ങളുള്ള ഈ ഭാഗത്തു നിന്നാണ് കാട്ടുപന്നി റോഡിലേക്ക് എത്തുന്നത്. നേരെ എതിർ ദിശയിലേക്ക് പോകുന്നു. അവിടെ ഓട്ടോറിക്ഷ നിർത്തി പുറത്തിറങ്ങി നിന്ന ഡ്രൈവർ സെബാസ്റ്റ്യൻ എന്നുള്ള ആളെ വന്നിടിക്കുന്നു. അതിനുശേഷം മൈക്രോ ലാബിൻ്റെ ശാഖയുണ്ട്, അതിൻ്റെ ഗ്ലാസ് വാതിലിൽ ചെന്ന് പലതവണ ഇടിക്കുന്നു. പക്ഷേ ഉള്ളിലേക്ക് കയറാൻ കഴിയാതെ വീണ്ടും റോഡിലേക്ക് ഇറങ്ങുന്ന പന്നി ഒരു കാറിൽ ചെന്ന് ഇടിക്കുകയും പരിഭ്രാന്തിയിൽ ആയ പന്നി പിന്നീട് എതിർദിശയിലെ അമ്മു ഫാൻസി സ്റ്റോഴ്സിലേക്ക് കടന്നു വരികയുമാണ് ഉണ്ടായത്. ഉല്ലാസേട്ടൻ ടൈലറിംഗ് ഷോപ്പ് നടത്തുന്നതാണ്. ഈ ചേട്ടൻ മുഴുവൻ സമയവും കാഴ്ചക്കാരനായിരുന്നു. ഞാനിവിടെ മിഷൻ്റെ അടുത്ത് ഇവിടെ ഇരുന്നപ്പോൾ തന്നെ ഒരു പന്നി ഇവിടെ മിഷൻ ഇട്ടേക്കുന്നുണ്ട്, നമുക്ക് കാണാം. പന്നി ഇറങ്ങി ഓടുന്നു. അവിടെ ഒരു ഓട്ടോറിക്ഷക്കാരൻ പച്ചക്കറി ബേസ്റ്റിൻ്റെ ചാക്കിലോട്ട് ഭാര്യ ഇടുമായിരുന്നു. പുള്ളിയെ പോയി ഇടിച്ചു, സെബാസ്റ്റ്യൻ എന്ന് പറയുന്നത്. പുള്ളിയെ ഇടിച്ചു കഴിഞ്ഞിട്ട് പുള്ളി അലറിക്കൊണ്ട് ഓടി. അപ്പോഴേ തിരിഞ്ഞ് നേരെ ലാബിൻ്റെ ഫ്രണ്ട് വാതിലിൻ്റെ ഇപ്പുറത്തെ വാതിലായതുകൊണ്ട് അത് തുറക്കത്തില്ല. അവിടത്തെ ചെന്ന് 3-4 വട്ടം ഇടിച്ചു കഴിഞ്ഞിട്ട് അതുവഴി നേരെ തിരിച്ചിറങ്ങി ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഒരു കാറ് വന്നു. ഈ കാറെ പോയി ഇടിക്കുമായിരുന്നു. ഇടിച്ചപ്പം ഈ അമ്മു ഫാൻസിയുടെ ഫ്രണ്ട് വശമാണ്. അവിടെ ഒന്ന് കറങ്ങി നേരെ അമ്മു ഫാൻസിയുടെ ഡോർ അടച്ചിരിക്കുകയായിരുന്നു. ഇവിടെ മലയാളി പത്തനംതിട്ടയ്ക്ക് പോയി തിരിച്ചിവിടെ വന്നപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഉടനെ ഇന്ന് ആ ഡോർ ഇടിച്ച് പൊട്ടിച്ച് അകത്ത് കയറി. അതുപോലെ അകത്ത് കയറി ബ്ലഡൊക്കെ, അതിൻ്റെ ബ്ലഡെല്ലാം അതിൻ്റെ കടയ്ക്കകത്തിലായിട്ടുണ്ട്. അത് അപ്പുറത്തെ സൈഡിൽ കൂടെ അപ്പുറത്തെ സൈഡും ഗ്ലാസ് ഇടിച്ച് പൊട്ടിച്ച് വെളിയിൽ ചാടി ഇറങ്ങി ഓടുകയായിരുന്നു. അങ്ങനെ സാധുക്കുട്ടി എന്നുള്ള ആളുടെ ഉടമസ്ഥയിലുള്ളതാണ് അമ്മു സ്റ്റോഴ്സ്. ഇദ്ദേഹം കട പൂട്ടി, ഗ്ലാസ് ഡോർ പൂട്ടി. സാധാരണ പുറത്ത് പോകാറുണ്ടല്ലേ? അതെ, ഞാൻ പൂട്ടി. ഈ ഫ്രണ്ട് ഡോർ മാത്രമാണ് പൂട്ടാറ്. പൂട്ടി ഞാനിങ്ങനെ കൊണ്ട് പത്തനംതിട്ടയൊക്കെ പോകാറുണ്ട്. കാരണം ഈ സാധനങ്ങൾ വെളിയിൽ കിടക്കുന്നത് കൊണ്ട് ഷട്ടർ ഇടേണ്ട ആവശ്യമില്ലല്ലോ. തന്നെ അപ്പുറം ഇപ്പുറം അങ്ങനെ മോഷണമൊന്നുമുള്ള ഏരിയ അല്ല. അങ്ങനെ ഞാനിത് പൂട്ടി പത്തനംതിട്ട പോയിട്ട് ഞാൻ വണ്ടി അങ്ങോട്ട് നിർത്തുകയും പന്നി ഇടിച്ച് കയറുകയും ഒന്നിച്ചായിരുന്നു. ഒരു 5 മിനിറ്റ് മുമ്പായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും കടയ്ക്കകത്ത്. പത്തനംതിട്ട ചന്ദനപ്പള്ളിയിലാണ് പട്ടാപ്പകൽ കാട്ടുപന്നിയുടെ വിളയാട്ടം. വലിയ അപകടകരമായ സ്ഥിതിയാണ്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അത് വ്യക്തമാകുന്നതാണ്.